ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങള് ഒരുപാട് ചെറിയ അഭിഷേകം അല്ല, ഞാൻ അങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് പൂർണ്ണമായിട്ട്. അല്ല, ഞാൻ പറയട്ടെ. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും, മുസ്ലിം ഹിന്ദു എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളെ, മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങളുടെ പെൺമക്കളെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. പറയൂ. ഇന്ത്യൻ പൗരന്റെ, അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ഇന്ത്യക്കാരനാണോ ആ ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ അത് പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളം. എന്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ് AC-യിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പട്ടാളം പിന്നെ വാഷ്റൂമിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ യാത്ര ചെയ്യുന്നതിനെതിരെ ആളാണ്. ഇതൊക്കെ കാണാറുണ്ട് താങ്കൾ അല്ലേ? അപ്പൊ ഞാൻ ശക്തമായി അതിനെതിരെ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിക്കേണ്ടത് അവരെയാണ്. താങ്കളുടെ പ്രതികരണം പട്ടാളത്തെ സുഖിപ്പിക്കുന്ന ഇപ്പത്തെ വാക്കുകളല്ല. പട്ടാളം നിങ്ങളുടെ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പരാമർശം അത് ഏതർത്ഥത്തിലാ താങ്കൾ പറഞ്ഞത്? അതാണ് പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, വർഷങ്ങൾ മുമ്പാണോ മുൻപ് ഇപ്പൊ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ ആഴ്ച നടന്നാണെന്നുള്ളതല്ല. പ്രസംഗത്തെ പറ്റി അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളാണല്ലോ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? ആ പ്രസംഗത്തിന്റെ ഭാഗം എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച്, അത് ഉണ്ടാക്കിയ അന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മള് അല്ല, നിങ്ങൾ പ്രസംഗിച്ചതാണോ അല്ലേ? അതില് കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ്, പക്ഷെ അത് അങ്ങനെയല്ല. എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്, പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ. നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ, അതായത് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കലാപമുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഇവിടെ പട്ടാളം വരും, പട്ടാളം വന്നാൽ പിന്നെ ഇവിടെ എന്താണ് നടക്കുക എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരല്ലേ ചോദിച്ചത് നിങ്ങൾ? ഇന്ത്യൻ പട്ടാളക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റി നമുക്ക് നല്ലതേ പറയാവൂന്നല്ല, നല്ലതേ നമുക്ക് ഉള്ളൂ പറയാം. അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തത് പറയാനുള്ള കാരണം? അതാ നമുക്കറിയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ലാന്നോ? അപ്പൊ നിങ്ങൾ ബോധമില്ലാണ്ടാണോ പ്രസംഗിച്ചത്? നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം. നിങ്ങൾ കൃത്യമായിട്ട് ബോധത്തോടെയാണല്ലോ പ്രസംഗിച്ചത്. നിങ്ങളിപ്പോ ഒരു ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെയല്ലോ സംസാരിക്കേണ്ടത്. അല്ല, നമ്മൾക്ക് അറിയേണ്ട പ്രതികരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ അത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് പറയാനുള്ള പ്രതികരണം അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇന്ത്യൻ പട്ടാളം നമ്മുടെ അഭിമാനമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റിയത്? അതാണ് ഞാൻ എന്റെ ചോദ്യത. ആ ചോദ്യത്തിനുള്ള പ്രതികരണം. ആ പ്രസംഗം എങ്ങനെയാണ് ഉണ്ടായത് എനിക്ക് അറിയില്ലെന്നായി പറയുന്നത്. എന്റെ പൊന്നുസ്താദേ, ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വെള്ളടിക്കാരൊക്കെ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് MDMA ഒക്കെ വലിച്ച് പുതിയ മാരക മയക്കുമരുന്നൊക്കെ സംസാരമാണെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങള് ഒരുപാട് ചെറിയ അഭിഷേകം. അല്ല, ഞാൻ അങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് പൂർണ്ണമായിട്ട്. അല്ല, ഞാൻ പറയട്ടെ. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും, മുസ്ലിം ഹിന്ദു എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളെ, മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങളുടെ പെൺമക്കളെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. പറയൂ. ഇന്ത്യൻ പൗരന്റെ, അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ഇന്ത്യക്കാരനാണോ ആ ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ അത് പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളം. എന്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ് AC-യിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പട്ടാളം പിന്നെ വാഷ്റൂമിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ യാത്ര ചെയ്യുന്നതിനെതിരെ ആളാണ്. ഇതൊക്കെ കാണാറുണ്ട് താങ്കൾ അല്ലേ? അപ്പൊ ഞാൻ ശക്തമായി അതിനെതിരെ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിക്കേണ്ടത് അവരെയാണ്. താങ്കളുടെ പ്രതികരണം പട്ടാളത്തെ സുഖിപ്പിക്കുന്ന ഇപ്പത്തെ വാക്കുകളല്ല. പട്ടാളം നിങ്ങളുടെ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പരാമർശം അത് ഏതർത്ഥത്തിലാ താങ്കൾ പറഞ്ഞത്? അതാണ് പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, വർഷങ്ങൾ മുമ്പാണോ മുൻപ് ഇപ്പൊ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ ആഴ്ച നടന്നാണെന്നുള്ളതല്ല. പ്രസംഗത്തെ പറ്റി അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല.
ഞാൻ എങ്ങനെ ഉണ്ടായി ഇന്ത്യൻ എന്നുള്ളത് നിങ്ങൾക്ക് പട്ടാള അറിയില്ല. നിങ്ങളാണല്ലോ നിങ്ങൾക്ക് അറിയില്ല. ഇന്ത്യൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളാണല്ലോ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ അത് നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? ആ പ്രസംഗത്തിന്റെ ഭാഗം എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് അത് ഉണ്ടാക്കിയ അന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മള് അല്ല, നിങ്ങൾ ഒരുപാട് പ്രസംഗിച്ചതാണോ അല്ലേ? അതിൽ കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ്, പക്ഷെ അത് അങ്ങനെയല്ല എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ. നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്, പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കലാപമുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഇവിടെ പട്ടാളം വരും. പട്ടാളം വന്നാൽ പിന്നെ ഇവിടെ എന്താണ് നടക്കുക എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തെന്ന് നിങ്ങൾ പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരല്ലേ ചോദിച്ചത് നിങ്ങൾ? ഇന്ത്യൻ പട്ടാളക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റി നമുക്ക് നല്ലതേ പറയാവൂന്നല്ല, നല്ലതേ നമുക്ക് ഉള്ളൂ പറയാം. അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തത് പറയാനുള്ള കാരണം? അതാ നമുക്കറിയേണ്ടത്. എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ലാന്നോ? അപ്പൊ നിങ്ങൾ ബോധമില്ലാണ്ടാണോ പ്രസംഗിച്ചത്? നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങൾ കൃത്യമായിട്ട് ബോധത്തോടെയാണല്ലോ പ്രസംഗിച്ചത്. നിങ്ങളിപ്പോ ഒരു ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെയല്ലോ സംസാരിക്കേണ്ടത്. അല്ല, നമ്മൾക്ക് അറിയേണ്ട പ്രതികരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ അത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് പറയാനുള്ള പ്രതികരണം അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇന്ത്യൻ പട്ടാളം നമ്മുടെ അഭിമാനമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റിയത്? അതാണ് ഞാൻ എന്റെ ചോദ്യത. ആ ചോദ്യത്തിനുള്ള പ്രതികരണം ആ പ്രസംഗം എങ്ങനെയാണ് ഉണ്ടായത് എനിക്ക് അറിയില്ലെന്നായി പറയുന്നത്. എന്റെ പൊന്നുസ്താദേ, ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വെള്ളടിക്കാരൊക്കെ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് MDMA ഒക്കെ വലിച്ചിട്ട് പുതിയ മാരക മയക്കുമരുന്നൊക്കെ സംസാരമാണെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല, കാരണം നിങ്ങള് ഒരുപാട് ചെറിയ വിഷയങ്ങൾ. അല്ല, ഞാൻ അങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് പൂർണ്ണമായിട്ട്. ഞാൻ പറയട്ടെ ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും, മുസ്ലിം ഹിന്ദു എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളെ, മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങളുടെ പെൺമക്കളെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് പറയൂ. ഇന്ത്യൻ പൗരന്റെ, അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ഇന്ത്യക്കാരനാണോ ആ ഇന്ത്യക്കാരന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഇന്ത്യക്കാരന്റെ അഭിമാനമാണ്. നമ്മള് ഉറങ്ങിക്കിടക്കുമ്പോ അത് പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളം. എന്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും തേർഡ് ക്ലാസ് AC-യിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പട്ടാളം പിന്നെ വാഷ്റൂമിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ നിന്നും കിടന്നും ഇരുന്നും ഒക്കെ യാത്ര ചെയ്യുന്നതിനെതിരെ ആളാണ്. ഇതൊക്കെ കാണാറുണ്ട് താങ്കൾ അല്ലേ? അപ്പൊ ഞാൻ ശക്തമായി അതിനെതിരെ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിക്കേണ്ടത് അവരെയാണ്. താങ്കളുടെ പ്രതികരണം പട്ടാളത്തെ സുഖിപ്പിക്കുന്ന ഇപ്പത്തെ വാക്കുകളല്ല. പട്ടാളം നിങ്ങളുടെ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന പരാമർശം അത് ഏതർത്ഥത്തിലാ താങ്കൾ പറഞ്ഞത്? അതാണ് പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, വർഷങ്ങൾ മുമ്പാണോ മുൻപ് ഇപ്പൊ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ ആഴ്ച നടന്നാണെന്നുള്ളതല്ല. പ്രസംഗത്തെ പറ്റി അത് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളാണല്ലോ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ അത്? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? ആ പ്രസംഗത്തിന്റെ ഭാഗം എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് അത് ഉണ്ടാക്കിയ അന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മള്. അല്ല, നിങ്ങൾ പ്രസംഗിച്ചതാണോ അല്ലേ? അതിൽ കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ അത്? എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ്, പക്ഷെ അത് അങ്ങനെയല്ല എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ. നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്, പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ കലാപമുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഇവിടെ പട്ടാളം വരും. പട്ടാളം വന്നാൽ പിന്നെ ഇവിടെ എന്താണ് നടക്കുക എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തെന്ന് നിങ്ങൾ പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരല്ലേ ചോദിച്ചത് നിങ്ങൾ? ഇന്ത്യൻ പട്ടാളക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റി നമുക്ക് നല്ലതേ പറയാവൂന്നല്ല, നല്ലതേ നമുക്ക് ഉള്ളൂ പറയാം. അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തത് പറയാനുള്ള കാരണം? അതാ നമുക്കറിയേണ്ടത്. എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ലാന്നോ? അപ്പൊ നിങ്ങൾ ബോധമില്ലാണ്ടാണോ പ്രസംഗിച്ചത്? നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങൾ കൃത്യമായിട്ട് ബോധത്തോടെയാണല്ലോ പ്രസംഗിച്ചത്. നിങ്ങളിപ്പോ ഒരു ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെയല്ലോ സംസാരിക്കേണ്ടത്. അല്ല, നമ്മൾക്ക് അറിയേണ്ട പ്രതികരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ അത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് പറയാനുള്ള പ്രതികരണം അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇന്ത്യൻ പട്ടാളം നമ്മുടെ അഭിമാനമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റിയത്? അതാണ് ഞാൻ എന്റെ ചോദ്യത. ആ ചോദ്യത്തിനുള്ള പ്രതികരണം. ആ പ്രസംഗം എങ്ങനെയാണ് ഉണ്ടായത് എനിക്ക് അറിയില്ലെന്നായി പറയുന്നത്.
ഓന്റെ പൊന്നുസ്താദെ, ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം എങ്ങനെ ഉണ്ടായത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ ഈ വെള്ളടിക്കാരൊക്കെ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് MDMA ഒക്കെ വലിച്ചിട്ട് പുതിയ മാരക മയക്കുമരുന്നൊക്കെ സംസാരമാണെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ.